വെൽക്കം ടു ബിന്ദു ചിത്തിര. കന്യാകുമാരി യാത്രയെക്കുറിച്ചിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. എറണാകുളം ടൗണിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. പുലർച്ചെ 3:50 അത് ഇവിടെ നിന്ന് പോകുന്നത്. 11:50 കന്യാകുമാരിയിലെത്തും. യാത്രയിൽ ഞങ്ങൾ 3 പേരാണ്, ഞാനും മക്കളും. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. ഇന്ത്യൻ റെയിൽവേയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി. സ്റ്റേഷന് പുറത്ത് ടാക്സി സൗകര്യമുണ്ട്. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബീച്ച് വരെ ഏകദേശം 2 കിലോമീറ്ററാണ്. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് വിവേകാനന്ദ കേന്ദ്രയിലാണ്. അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിവേകാനന്ദ കേന്ദ്ര വരെ ഏകദേശം 800 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മുടെ അടുത്ത് 80 രൂപയാണ് വാങ്ങിയത്. ഇവിടെ പലരും പല ചാർജാണ്. പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് വന്നപ്പോൾ മറ്റൊരു ഓട്ടോക്കാരൻ 50 രൂപയാണ് വാങ്ങിയത്. ഇനി വിവേകാനന്ദ കേന്ദ്രയെക്കുറിച്ച് പറയട്ടെ. വിവേകാനന്ദ കേന്ദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരിയിൽ പോയാൽ എവിടെ താമസിക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് വിവേകാനന്ദ കേന്ദ്ര. ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ഇത്രയും കാം ആൻഡ് പീസ്ഫുള്ളായ വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കോമ്പൗണ്ടാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ കാണാൻ തന്നെ ധാരാളമുണ്ട്. നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ധാരാളം മരങ്ങളും പച്ചപ്പും, അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു കുളിർമയുള്ള കാറ്റും, ഇത്രയും തിരക്ക് പിടിച്ച കന്യാകുമാരിയിൽ നിന്ന് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കടക്കാമെന്ന് പറഞ്ഞാൽ അത് വളരെ അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. അതുപോലെ തന്നെ അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എത്ര ഏക്കർ കണക്കിനുണ്ട് ഈ സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം റോഡുകളുണ്ട്, ടാറിട്ട റോഡുകളുണ്ട്. അതൊക്കെ അവർ സ്റ്റാഫ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ ധാരാളം സംഭവങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം തന്നെ നടന്ന് കാണാനുള്ളതുണ്ട് ഇവിടെ. ഇവിടെ 300 രൂപ മുതൽ 5000 രൂപ വരെയുള്ള റൂംസ് അവൈലബിൾ ആണ്. AC ആൻഡ് നോൺ AC റൂംസ് ഉണ്ട്. അതുപോലെ സിംഗിളായിട്ട് വരുന്നവർക്ക് ഇവിടെ റൂംസ് അലൗഡ് അല്ല. ഞങ്ങളെടുത്ത റൂം 600 + GST ആയിരുന്നു. വളരെ നീറ്റായിട്ടാണ് റൂമും ബാത്റൂമും എല്ലാം ഇട്ടിരുന്നത്. അതുപോലെ റൂമിൽ കബോർഡ് ഉണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ കാണാം അവിടെ സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയൊക്കെ ടൈം ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. വരുന്നവർക്ക് അതറിയാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. അതുപോലെ സൺറൈസിന് ഈ വിവേകാനന്ദ കേന്ദ്രയിൽ ഉള്ളവർക്ക് വളരെ സൗകര്യമായിട്ട്, ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷായി. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ആ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ റിസപ്ഷനിൽ അവർ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ പോകണം. വിവേകാനന്ദ പാറ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകണം, അവിടെ അല്ലെങ്കിൽ വലിയ ക്യൂ ആകും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്തോ 2 മണിക്കാണ് അങ്ങനെ ആട്ടേന്നോണം. ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ബീച്ചിലേക്ക്, വിവേകാനന്ദ പാറയിൽ പോകാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഭയങ്കര ക്യൂ. അതായത് അവിടെ നോർമൽ റേറ്റ് 75 രൂപയാണ്. പിന്നെ 300 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. 300 രൂപ ടിക്കറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം കടക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപോരാം എന്നുള്ളതിന് 300 രൂപയുടെ ടിക്കറ്റാണ് നമ്മളെടുത്ത് നിന്നത്. എന്നിട്ട് പോലും 2-3 മണിക്കൂറാണ് അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. അതും കടുത്ത വെയിൽ. ഞങ്ങൾ പോയത് ഏപ്രിൽ മാസത്തിലായിരുന്നു, നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുടയൊക്കെ പിടിച്ചാണ് നിന്നിരുന്നതെങ്കിൽ പോലും ആ ഒരു കാത്തു നിന്ന് ആ വെയിലത്ത് നിന്നുള്ള യാത്ര നമുക്ക് ഭയങ്കര മടുപ്പുണ്ടാക്കി. അതായത് ആ കന്യാകുമാരി യാത്രയെക്കുറിച്ചിട്ട് തന്നെ അതൊരു
ആ ഒരു ദുരിതപൂർണമായ അനുഭവമായിരുന്നു കേട്ടോ അത്. പലരും ആ വെയിലത്ത് നിന്ന് തലകറങ്ങിയും അവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ് വളരെ മോശമായിട്ട് തോന്നി. ഇപ്പം നമ്മൾ 300 ടിക്കറ്റ് എടുത്തിട്ടും 2-3 മണിക്കൂർ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അതുപോലെ ഇത്രയും വെയിലത്ത് നമ്മളെ ക്യൂ നിർത്തുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെയൊക്കെ ആളുകളെ കംഫർട്ടായിട്ട് നിർത്താനുള്ള രീതി ഒരു സിസ്റ്റം അവിടെ അവലംബിക്കേണ്ടതാണ്. കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതാണ്. മാത്രമല്ല ബോട്ട് കുറവാണെന്ന് തോന്നണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ വരുമ്പോൾ അവർ ഒന്നിലും ബോട്ടിൻ്റെ എണ്ണം കൂട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല സംവിധാനം അവിടെ ഉണ്ടാക്കേണ്ടതാണ്. നമുക്ക് അവിടെ നിന്ന് ഇതാകുമ്പോൾ യാത്രയ്ക്ക് വരണ്ടിയിരുന്നില്ല എന്ന് വരെയും അത്രയും തോന്നിപ്പോയി. അപ്പോൾ അതൊരു വളരെ സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ അത്. പിന്നെ 2-3 മണിക്കൂർ നിന്നിട്ടാണ് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റിയത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ബോട്ട് യാത്രയേ ഉള്ളൂ. മുകളിലേക്ക് കയറാനായിട്ട് കരിങ്കല്ലല്ലേ, അപ്പം നല്ല ചൂടാണ്. പക്ഷെ നമുക്ക് ചൂടില്ലാതെ നടക്കാനായിട്ട് അതിന് വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പം വെള്ളം അടിച്ചതിൽ കൂടെ നടക്കുകയാണെങ്കിൽ ചൂടില്ല. വിവേകാനന്ദ പാറയിൽ നമുക്ക് പ്രധാനമായിട്ടും വിവേകാനന്ദ മന്ദിരം, പിന്നെ പുറകിലായിട്ട് ധ്യാന മന്ദിരം, പിന്നെ ശ്രീപാദ മണ്ഡപം, അതായത് ദേവീപാദം, അതാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. വിവേകാനന്ദപാറ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീപാദപാറ എന്നായിരുന്നു. കന്യാകുമാരി ദേവി ഇവിടെ ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം. വിവേകാനന്ദ സ്വാമികൾ കടലിലൂടെ നീന്തി വന്നു 3 ദിവസം ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനുശേഷമാണിത് വിവേകാനന്ദ പാറ എന്നറിയപ്പെടാൻ തുടങ്ങിയതത്രേ. വിവേകാനന്ദപ്പാറയുടെ അടുത്ത് തന്നെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് പ്രശസ്ത തമിഴ് സാഹിത്യകാരനായ തിരുവള്ളുവരുടെ പ്രതിമയാണ്. വിവേകാനന്ദപ്പാറയും തിരുവള്ളുവരുടെ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ അടുത്ത് വന്ന ഗ്ലാസ് ബ്രിഡ്ജ്. അത് ഇന്ത്യയിലെ തന്നെ കടലിന് മുകളിലൂടെയുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ഇത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ അധികം നാളായിട്ടില്ല. ഇതും ഇവിടുത്തെ തിരക്ക് കൂടാനൊരു പ്രധാന കാരണം തന്നെയാണ്. അത് ഗ്ലാസ് ബ്രിഡ്ജ് വളരെ മനോഹരമാണ്. നമുക്ക് കടലിന് വീതി കൂടെ ഉള്ളതാണല്ലോ, നമ്മൾ കടലിന് മുകളിലൂടെ നടക്കുന്ന ആ ഒരു അനുഭൂതിയാണ്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. വളരെ ക്ഷീണിച്ചൊരു യാത്ര ആയതുകൊണ്ട് തന്നെ വിവേകാനന്ദപ്പാറയിലെത്തിയപ്പോൾ വളരെ അവശതയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കണ്ടെങ്കിലും ആ മെഡിറ്റേഷൻ ഹാളിൽ കയറിയിരുന്നിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും അവിടെ നിന്ന് പോകുന്നല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ വിവേകാനന്ദപ്പാറയിൽ നിന്നിട്ട് കാണാവുന്ന ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും ശ്രീപാദ മണ്ഡപവും മെഡിറ്റേഷൻ ഹാളും അതുപോലെ ആ കടലും ത്രിവേണി സംഗമവും എല്ലാം കൂടെ കാണുന്ന ഒരു കാഴ്ച വളരെ നല്ലൊരു അനുഭൂതി തരുന്നൊരു കാഴ്ച തന്നെയാണ്, കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിലേക്കുള്ള യാത്ര മാത്രമാണ് ഇത്ര ദുർഘടമായത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസിനെസ്സിലാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. മറ്റൊരു കാര്യം ഇവിടെ ഒരു സൺറൈസ് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്പെസിഫിക് ലൊക്കേഷൻസിൽ സൺറൈസും സൺസെറ്റും ഒക്കെ എപ്പോഴാണെന്നുള്ളത് ഏകദേശം അറിയാൻ പറ്റും. ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും ഏകദേശം നമുക്കറിയാൻ പറ്റും. അതായത് വിവേകാനന്ദ റോക്കിലും അതുപോലെ ത്രിവേണി സംഗമം അറിയാമല്ലോ നമുക്ക്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ സമുദ്രവും കൂടി ഉള്ള മീറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ അവിടെ എപ്പോഴാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷനാണ്, ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ. അതായത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു നാച്ചുറൽ പ്രോസസ്സല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ് കന്യാകുമാരി. അപ്പോൾ അവിടെ ഈ ഒരു മനോഹര കാഴ്ച കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുള്ള പ്രധാന ഒരു കാരണം ഇത് തന്നെയാണ്.
അങ്ങനെ വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മടങ്ങി ബോട്ടിൽ. അപ്പോഴേക്കും എനിക്ക് കടുത്ത തലവേദനയായിരുന്നു. തിരിച്ച് നമ്മൾ കരയിലെത്തിയിട്ട് പിന്നെ അവിടെ ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടായിരുന്നെങ്കിലും ദേവീക്ഷേത്രത്തിൽ അത് എനിക്ക് സാധിച്ചില്ല. വല്ലാത്ത തലവേദന അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ തിരിച്ച് വിവേകാനന്ദ കേന്ദ്രയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ മാറിയപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആ കാറ്റും പച്ചപ്പും എല്ലാം. പിന്നെ ഞാൻ റൂമിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തത്. ഒരു 8 മണി വരെ, രാത്രി ഒരു 8 മണി വരെ ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് 8 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് നടന്നപ്പോൾ തന്നെ വളരെ നല്ലൊരു ഒരു ആശ്വാസമായി. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ പോയിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ പിറ്റേ ദിവസത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ സൺറൈസ് ഉണ്ട്. അത് ഇവിടെ വിവേകാനന്ദ കേന്ദ്രയിൽ താമസിക്കുന്നവർക്ക് മാത്രമായിട്ടേ അതിന് സാധിക്കൂ. ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ 2 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഒന്ന് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രവും പിന്നെ ഒന്ന് പത്മനാഭപുരം പാലസും. അപ്പോൾ അതിൽ പക്ഷേ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയുള്ളൂ, തിരുവട്ടാർ ക്ഷേത്രം. വിവേകാനന്ദ കേന്ദ്ര സ്റ്റേയിൽ കണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഷെയർ ചെയ്യട്ടെ. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല എങ്കിലും കണ്ട കാര്യങ്ങൾ. ഒന്ന് അവിടെ ഒരു ട്രിബ്യൂട്ട് വാൾ ഉണ്ട്. അതായത് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന് ഒരു സ്മാരകമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പെട്ട 1040 ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരാണ് അവർ ഈ ചുമരിൽ എഴുതി വച്ചിരിക്കുന്നത്. 2024 ജൂലൈ 23 ഈ ട്രിബ്യൂട്ട് വാളിൻ്റെ ഇനോഗ്രേഷൻ. മറ്റൊന്ന് ഒരു ക്ഷേത്രമാണ്, ഏകാക്ഷര ഗണപതി ടെമ്പിൾ. ഒരു ആനയുടെ പ്രതിമയൊക്കെ അതിന് മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ക്ഷേത്രം. ഗണപതിയുടെ 32 വ്യത്യസ്ത ഭാവങ്ങളിൽ 17ാമത്തെ ഭാവമാണത്രേ ഏകാക്ഷര ഗണപതി. ആ ചിത്രങ്ങളെല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാം. രാവിലെ സൺറൈസ് കാണാനായിട്ട് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് നടന്നാൽ നമുക്ക് ആ സൺറൈസിൻ്റെ വ്യൂ പോയിന്റിലെത്താം. അതും ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് മാർത്താണ്ഡം വരെ ട്രെയിന് പോയി. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ തിരുവട്ടാർ ആദികേശവ ടെമ്പിളിൽ എത്തിയത്. അതും ഈ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് ഞാൻ കേട്ട് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ നാളെ തുടങ്ങി എനിക്കിവിടെ ഈ ക്ഷേത്രത്തിൽ വരണം. അതായത് അതിൻ്റെ സവിശേഷതകൾ, ഇത്രയും കടും ശർക്കര കൂട്ടിലുള്ള ഇത്രയും വലിയ വിഗ്രഹം, അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കാളും വലിയ വിഗ്രഹം, അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ടല്ലോ. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം കാണണം എന്നുള്ളതൊരു അതിയായ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലസ് കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അത് മാറ്റിവെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരം അല്ല, ചിതറാൾ. അതും അതിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഈ തിരുവട്ടാർ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് അടുത്ത് തന്നെ ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ചിതറാൾ പോയിട്ടുണ്ട്. ഏകദേശം അവിടെ നിന്നൊരു 7 കിലോമീറ്ററോളോട്ടെ യാത്ര ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ചിതറാൾ കാണാൻ പറ്റി. അതും വളരെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്, കണ്ടിരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിതറാൾ അതൊരു ജൈൻ ആയിരുന്നു. അത് കേരളത്തിൻ്റെ ആയിരുന്നു. പിന്നീട് സ്റ്റേറ്റ് വിഭജനമൊക്കെ വന്നപ്പോൾ തമിഴ്നാടിൻ്റെ ആയിപ്പോയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും കന്യാകുമാരി പോകുമ്പോഴും ആ ട്രിപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ചിതറാൾ.
പിന്നെ അവിടുന്ന് ഞങ്ങൾ മാർത്താണ്ഡത്ത് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് മാർത്താണ്ഡത്ത് വന്നിട്ട് അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ വഴി വരികയും ചെയ്തത്. പാലസ് കാണാൻ, പാലസിൽ നേരത്തെ പോയിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ക്യാൻസൽ ചെയ്ത് അതായത് ഒരു ദിവസം കൂടെ അവിടെ പിന്നെ സ്റ്റേ ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഒന്നാമത് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2:30 മണി ആയിരുന്നു, 2-2:30 മണിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ. പിന്നെ അവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു ICH ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ, വളരെ ഒരു മോശമായ ഭക്ഷണമായിരുന്നു. അതായത് ഞങ്ങളവിടെ കഴിച്ചത് മസാല ദോശയും പിന്നെ ചപ്പാത്തിയും കറിയുമായിരുന്നു. ഈ മസാല ദോശയൊക്കെ നമ്മൾ നല്ല മൊരിഞ്ഞ മസാല ദോശയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എന്തോ രാവിലെ ചുട്ട ദോശയാണ് തന്നത്. അതുപോലെ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ രാവിലത്തെ കറി പോലെയൊക്കെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആണ് അവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ അന്ന് കുറേ നല്ല ഇതായിരുന്നു, ആ ഒരു ഓർമ്മയിലാണ് അവിടെ ICHൽ കയറിയത്. അപ്പോൾ വളരെ മോശം ഭക്ഷണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പഴവങ്ങാടി പോയി തൊഴുത് എന്നിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയത്. അവിടെ ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടെങ്കിലും അധികം സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഏകദേശം ഒരു 5:30 മണി വരെയൊക്കെ, വൈകിട്ട് 5:30 മണി വരെയൊക്കെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഒരു പ്രത്യേക വിശേഷം കഴിഞ്ഞ സമയമായിരുന്നു, പൈങ്കുനി ഉത്സവം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ ആ പ്രതിമകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. പിന്നെ കുതിരമാളിക, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് പോയാൽ കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കുതിരമാളിക. അവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി അനുവദിക്കും. അതിന് 500 1000 അങ്ങനെ എത്രയാണെന്ന് തോന്നുന്നു, അത് കൊടുത്താൽ നമുക്ക് അവിടെ ഫോട്ടോഗ്രാഫി അനുവദിക്കും. അങ്ങനെ ഈ കാഴ്ചകൾക്കെല്ലാം ശേഷം ഞങ്ങൾ 7:30 തിരുവനന്തപുരത്ത് നിന്ന് 7:30 പുറപ്പെടുന്നൊരു ട്രെയിനാണ് തിരിച്ച് എറണാകുളത്തേക്ക് വന്നത്. അങ്ങനെ യാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. കുറച്ച് സംഭവങ്ങളൊക്കെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, അതായത് കന്യാകുമാരിയിലെ അത്രയും വെയിൽ കൊണ്ട് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഒതുക്കിയതുകൊണ്ടാണ്, ആ ഒരു ദിവസം കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് കന്യാകുമാരിയിൽ കുറച്ചും കൂടെ കാണാൻ 2-3 ദിവസം കാണാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ മറ്റേത് ചില തിരക്കുകൾ കൊണ്ട് ആ ഒരു ദിവസം കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം യാത്രകൾ നമ്മളെ റീചാർജ് ചെയ്യും അല്ലേ. അത് സോളോ ട്രിപ്പാണെങ്കിലും പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള യാത്രയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയോ പ്രിയപ്പെട്ടവരായിട്ടുള്ള യാത്ര, ഏത് യാത്രയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾക്കതൊരു ഇന്നർ ഗ്രോത്ത് ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.